Hi students, welcome to Bosco Campus Vision. I am Clinton Clement, Assistant Professor, Department of Commerce, Dom Bosco College, Kottayam. In this lecture, we will be discussing about value of biodiversity. In the previous class, we have learned what is biodiversity. Biodiversity deals with the variety of natures in the biosphere. ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ബയോസ്ഫിയർ, അതായത് വേൾഡിലെ ലിവിങ് ഓർഗാനിസത്തിനെ മൊത്തത്തിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീഷീസിൽ തന്നെ ജനറ്റിക് ഡിഫറൻസ്, ഇത്തരത്തിലുള്ള വെറൈറ്റി ഓഫ് നേച്ചർ ഇൻ എ ബയോസ്ഫിയർ ഇസ് നോൺ ആസ് biodiversity. Today in this section, we will be discussing about the value of biodiversity. Environment services from species and ecosystems are essential at global, regional and local level. Production of oxygen, reducing carbon dioxide, maintaining the water cycle, protecting soil is important services. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താണ് ബയോഡൈവേഴ്സിറ്റി എന്ന് പഠിച്ചിരുന്നു. പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റംസ്, പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സ്പീസീസ്, ഇത്തരത്തിൽ ഉള്ള വെറൈറ്റി ഓഫ് നേച്ചേഴ്സിനെയാണ് നമ്മൾ ബയോഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബയോഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എക്കോസിസ്റ്റംസ് ആൻഡ് സ്പീസീസ് ഇവർ നൽകുന്ന പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് എൻവയറമെൻ്റൽ സർവീസസ് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. ഗ്ലോബലി, റീജിയണലി ആൻഡ് ലോക്കലി വളരെയധികം ഇമ്പോർട്ടൻസ് നൽകുന്ന സർവീസസ് ആണ് ഇത്തരത്തിലുള്ള സ്പീഷീസും എക്കോസിസ്റ്റംസും എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്നു, കാർബൺ ഡയോക്സൈഡ് റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, വാട്ടർ സൈക്കിളിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, സോയിലിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. ഇത്തരത്തിലുള്ള പല ഡിഫറെൻറ്റ് സർവീസസ് ആണ് ഓരോ ബയോഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള നേച്ചറിലുള്ള സ്പീഷീസും എക്കോസിസ്റ്റംസും പ്രൊവൈഡ് ചെയ്യുന്നത്. The world now acknowledges that the loss of biodiversity contributes to global climate changes. Forests are the main mechanism for the conservation of carbon dioxide into carbon and oxide. നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ് ബയോഡൈവേഴ്സിറ്റി. നമുക്ക് വരും കാലങ്ങളിലെ ക്ലൈമാറ്റിക് ചേഞ്ചസ് നമ്മൾ മനസ്സിലാക്കി തരുന്ന കാര്യങ്ങളും അത് തന്നെയാണ്. ബയോഡൈവേഴ്സിറ്റി കുറയും തോറും വേൾഡിലെ ക്ലൈമറ്റിൽ തന്നെ അതിനുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഫോറസ്റ്റുകളാണ് നമ്മുടെ കാർബൺ ഡയോക്സൈഡിനെ കാർബണും ഓക്സിജനുമായി കൺവേർട്ട് ചെയ്യാനും അതിനെ കൃത്യമായി നമുക്ക് ആവശ്യകരമായ രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബയോഡൈവേഴ്സിറ്റിയുടെ വാല്യൂ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കൃത്യമായ ബയോഡൈവേഴ്സിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ക്ലൈമാറ്റിക് കണ്ടീഷൻസും എല്ലാ രീതിയിലുള്ള എൻവയറമെൻറ്റും ഹ്യൂമൻ ബീങ്സിനാണെങ്കിലും മറ്റ് ലിവിങ് ഓർഗാനിസത്തിനും നിലനിൽക്കാനുള്ള എൻവയറമെൻറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുള്ളൂ. ഗ്ലോബൽ വാർമിംഗ് ഇസ് മെൽറ്റിംഗ് ഐസ് ക്യാപ്സ് റിസൾട്ടിംഗ് ഇൻ എ റൈസ് ഇൻ ദ സീ ലെവൽ which will submerge the low-lying areas in the world. It is causing major atmospheric changes leading to increased temperatures, serious droughts in some areas and unexpected flood in other areas. ഗ്ലോബൽ വാർമിംഗ് പോലുള്ള സീരിയസ് ഇഷ്യൂസിന് കാരണമായി തീരുന്നത് ബയോഡൈവേഴ്സിറ്റിയിൽ ഉണ്ടാകുന്ന കുറവ് കൊണ്ടാണ്. ഗ്ലോബൽ വാർമിംഗ് കൊണ്ട് ഐസ് മെൽറ്റ് ചെയ്യുന്നു. ഐസ് മെൽറ്റ് ചെയ്യുന്നത് കൊണ്ട് സീ ലെവലിൽ ഇൻക്രീസ് ഉണ്ടാകുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി ലോ ലൈങ് ഏരിയാസിലെ വെള്ളത്തിനടിയിൽ മുക്കാനും അങ്ങനെ പല രീതിയിലുള്ള ക്ലൈമാറ്റിക് ചേഞ്ചസിനും പല രീതിയിലുള്ള ഡിസാസ്റ്റേഴ്സിനും കാരണമായി തീരുന്നുണ്ട്. ഇതിനെല്ലാം കാരണമായി തീരുന്നത് മെയിൻലി ബയോഡൈവേഴ്സിറ്റി ഉണ്ടാകുന്ന കുറവ് കൊണ്ടാണ്. അപ്പോൾ വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബയോഡൈവേഴ്സിറ്റി ആസ് എ സ്പെസിഫിക് വാല്യൂ ഇൻ മെയിൻറ്റെയിനിങ് our environment, our climate and maintaining a suitable environment for living organisms to live. The value of biodiversity may be expressed in different sense such as consumptive value and productive value. Consumptive value is the value derived when a product is consumed. When timber is taken from forest for firewood or firewood is bought for consumption, it has കൺസംപ്റ്റീവ് വാല്യൂ. നമുക്ക് ബയോഡൈവേഴ്സിറ്റിയുടെ വാല്യൂവിനെ പല ഡിഫറെൻറ്റ് രീതിയിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അതിലൊന്നാണ് കൺസംപ്റ്റീവ് വാല്യൂ. എന്താണ് കൺസംപ്റ്റീവ് വാല്യൂ? ഒരു പ്രോഡക്റ്റിനെ നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അതിന് എന്ത് വാല്യൂ നൽകുന്നു അതിനെയാണ് നമ്മൾ കൺസംപ്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ടിമ്പർ, നമ്മൾ കാട്ടിൽ നിന്നും തീ കത്തിക്കാനോ മറ്റേതെങ്കിലും ആവശ്യങ്ങൾക്കായി നമ്മൾ തടിയെ മേടിക്കുന്നെങ്കിൽ ആ തടി നമ്മൾ തീ കത്തിക്കുന്ന ആവശ്യത്തിനായി ആ തടി എത്ര രൂപയ്ക്കാണോ മേടിച്ചത് ആ ഒരു വാല്യൂ ആണ് കൺസംപ്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. നമുക്ക്
നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ ഉള്ള വാല്യൂവിനെയാണ് നമ്മൾ കൺസംപ്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. The next is protective value. It is a value when an article is converted to another form to have a higher value. When timber taken from trees and converted into furniture, the furniture has their own value, which is referred to as a protective use value. Protective value എന്ന് പറയുന്നത് നമ്മളൊരു പ്രോഡക്റ്റിനെ, അതായത് നമ്മൾ കാട്ടിൽ നിന്നും ഒരു തടി മേടിച്ച് ആ തടീനെ ഒരു ഫേർണിച്ചറായി കൺവേർട്ട് ചെയ്തതിന് ശേഷം ആ ഫേർണിച്ചറിനുണ്ടാകുന്ന വാല്യൂ ആണ് പ്രൊഡക്റ്റീവ് വാല്യൂ. ഒരു റിസോഴ്സിനെ നമ്മൾ പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ മറ്റൊരു പ്രോഡക്റ്റായി കൺവേർട്ട് ചെയ്ത് ആ പ്രോഡക്റ്റിന് നമ്മൾ ലഭിക്കുന്ന വാല്യൂവിനെയാണ് നമ്മൾ പ്രൊഡക്റ്റീവ് വാല്യൂ എന്ന് പറയുന്നത്. അപ്പോൾ ബയോഡൈവേഴ്സിറ്റിയുടെ വാല്യൂസിനെ നമ്മൾ കൺസംപ്റ്റീവ് വാല്യൂ ആൻഡ് പ്രൊഡക്റ്റീവ് വാല്യൂ എന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, കൺസംപ്റ്റീവ് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പ്രോഡക്റ്റിനെ ഡയറക്റ്റ് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ, ഒരു നാച്ചുറൽ റിസോഴ്സിനെ അല്ലെങ്കിൽ ബയോഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റിനെ നമ്മൾ ഡയറക്റ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ അതിനുണ്ടാകുന്ന വാല്യൂ ആണ് കൺസംപ്റ്റീവ് വാല്യൂ. അത് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിലൂടെ കൺവേർട്ട് ചെയ്ത് മറ്റൊരു പ്രോഡക്റ്റായി അതിനെ സെയിൽ ചെയ്യുമ്പോൾ ആ പ്രോഡക്റ്റിനുണ്ടാകുന്ന വാല്യൂവിനെയാണ് നമ്മൾ പ്രൊഡക്റ്റീവ് വാല്യൂ എന്നും പറയുന്നത്. Social value and ethical value. Man is a social animal. He lives together in groups. A combination of such groups forms a society. For leading a happy life, they do various activities which are acceptable to societies. Having a very good garden or a number of elephants or a very large sized agriculture field, etc., will definitely enhance the social value of its respective owners. സോഷ്യൽ വാല്യൂ, നമ്മളെല്ലാവരും ഒരു സോഷ്യൽ ആനിമൽ ആണല്ലേ, നമ്മളെല്ലാവരും ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. നമ്മളാരും ഒറ്റയ്ക്കല്ല ജീവിക്കുന്നത്, നമ്മളെല്ലാം ഒരു സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. അപ്പോൾ സൊസൈറ്റിയിൽ ഒരു വാല്യൂ ക്രിയേറ്റ് ചെയ്യുക. പണ്ടുള്ളവരുടെ ഒരു കോൺസെപ്റ്റാണ് വീട്ടിൽ നല്ല രീതിയിലുള്ള വലിയ വലിയ തോട്ടങ്ങൾ. പണ്ടുള്ളവരാണെങ്കിൽ പണ്ടുള്ള തറവാടുകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, വീട്ടിൻ്റെ ഫ്രണ്ടിൽ 2 ആനകളൊക്കെ നിൽക്കുക. ഇതൊക്കെയാണ് സോഷ്യൽ വാല്യൂ പണ്ടുള്ളവർ കൺസിഡർ ചെയ്തത്. ഇപ്പോഴത്തെ കോൺസെപ്റ്റ്സ് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. സൊസൈറ്റിയുടെ വാല്യൂയുടെ കാര്യത്തിൽ കോൺസെപ്റ്റ്സ് മാറി വന്നുകൊണ്ടിരിക്കുകയാണ്. ബട്ട് ആസ് എ ഹ്യൂമൻ ബീങ്, ആസ് എ സോഷ്യൽ ആനിമൽ, സൊസൈറ്റിയുടെ മുമ്പിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സൊസൈറ്റിയുടെ മുമ്പിൽ വാല്യൂ ക്രിയേറ്റ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മൾ സോഷ്യൽ വാല്യൂ, നമ്മുടെ സ്റ്റാറ്റസ് എന്ന് വേണമെങ്കിലും പറയാം. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് നമ്മുടെ സൊസൈറ്റിയുടെ മുന്നിൽ നമ്മുടെ വാല്യൂ ഇൻക്രീസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിനെയാണ് നമ്മൾ സോഷ്യൽ വാല്യൂ എന്ന് പറയുന്നത്. എത്തിക്കൽ വാല്യൂ. Moral justification for conservation of biodiversity is based on the belief that species have a moral right to exist independent of our need for them. So, human beings, the most intelligent species on earth, have a responsibility to allow those species to survive or live undisturbed. എത്തിക്കൽ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, എത്തിക്സ് അല്ലെങ്കിൽ എത്തിക്കൽ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹ്യൂമൻ ബീങ്സ് മനസ്സിലാക്കുക, അതായത് നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഈ എൻവയൺമെൻറ്റ് അല്ലെങ്കിൽ ഈ വേൾഡ് എന്ന് പറയുന്നത്. മറ്റ് ലിവിങ് ഓർഗാനിസത്തിനും കൂടെ അൺഡിസ്റ്റർബ്ഡും ഇൻഡിപെൻഡൻറ്റുമായി ജീവിക്കാൻ പറ്റണം എന്ന രീതിയിലുള്ളൊരു എൻവയൺമെൻറ്റാണ് നമ്മുടെ വേൾഡ് മൊത്തത്തിലുള്ളത്. ഒരിക്കലും ഹ്യൂമൻ ബീങ്സിന് മാത്രമായിട്ടുള്ളതല്ല the whole world എന്ന് പറയുന്നത്. ഇറ്റ് ഓൾസോ ബിലോങ്സ് ടു അതർ ലിവിങ് ഓർഗാനിസംസ്. ഇതിനെയാണ് എത്തിക്കൽ വാല്യൂ ഓഫ് എത്തിക്സ്. നമ്മുടെ എത്തിക്സ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വാട്ട് ഈസ് റൈറ്റ് ആൻഡ് റോങ് എന്ന് മനസ്സിലാക്കുക. നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ ലോകം, മറ്റ് ലിവിങ് ഓർഗാനിസത്തിന് കൂടെ അവകാശപ്പെട്ടതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇൻഡിപെൻഡൻ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും അവരെ ഹാം ചെയ്യാൻ പാടില്ല. എത്തിക്കലി തിങ്ക് ദാറ്റ് ഇറ്റ് ഓൾസോ ബിലോങ്സ് ടു അതർ ലിവിങ് ഓർഗാനിസംസ്. Aesthetic value. Nature has an aesthetic value that can be experienced by human beings when they are in natural surroundings. Some of the different species living on earth are most beautiful and the uniqueness impart aesthetic value. എസ്തെറ്റിക് വാല്യൂ, സൗന്ദര്യം ആസ്വദിക്കാനുള്ളൊരു കഴിവ്, അത് എസ്തെറ്റിക് സെൻസ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അതായത് നമ്മുടെ നേച്ചർ നമുക്ക് പലപ്പോഴും നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് റവന്യൂ കൊണ്ടുവരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയും. എന്തുകൊണ്ടാണ് ഇത്രയും അധികം ടൂറിസ്റ്റ് നമ്മുടെ നാട്ടിലേക്ക് വരുന്നത്, എന്തുകൊണ്ടാണ് ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറയുന്നത്? ആ ഒരു വിഷ്വൽ ട്രീറ്റ് നമുക്ക് കേരളത്തിലെ ഓരോ നാച്ചുറൽ ആയിട്ടുള്ള പാർക്സിലും അല്ലെങ്കിൽ നാച്ചുറൽ ആയിട്ടുള്ള ഓരോ പോയിന്റ്സിലും പോകുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു വിഷ്വൽ ട്രീറ്റ് അല്ലെങ്കിൽ ആ നാച്ചുറൽ ബ്യൂട്ടി, ഇതിനാണ് നമ്മൾ എസ്തെറ്റിക്
എയ്സ്തെറ്റിക് വാല്യൂ എന്ന് പറയുന്നത് എൻവയൺമെൻറ്റിൻ്റെ ആ ബയോഡൈവേഴ്സിറ്റി ക്രിയേറ്റ് ചെയ്യുന്ന ആ ഒരു ബ്യൂട്ടി, നമുക്ക് ഓരോ യുണീക്ക് ആയിട്ടുള്ള, നമ്മൾ ഓരോ ടൂറിസം സ്പോട്ടിൽ പോകുമ്പോൾ നമ്മൾ ഓരോ യുണീക്ക് ആനിമൽസിനെ കാണുമ്പോൾ, അവരുടെ സൗന്ദര്യം കാണുമ്പോൾ അതിനായ ഒരു വാല്യൂ ഉണ്ടല്ലേ, ആ ഒരു എയ്സ്തെറ്റിക് വാല്യൂ നമ്മളെ കണ്ണുകൊണ്ട് നമ്മൾ കാണുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ആ ഒരു നാച്ചുറൽ ബ്യൂട്ടീനെയാണ് നമ്മൾ എയ്സ്തെറ്റിക് വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. Option value. Some species have great potential to exhibit their utility in future. It is because they are superior to many new existing species in different aspects such as nutrition value. Such utility value is called option value. Option value എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ചില സ്പീഷീസിന് അല്ലെങ്കിൽ പ്രത്യേകതരം പ്ലാന്റ്സ് ആവാം, പ്രത്യേകതരം ആനിമൽസ് ആവാം, ഇവരുടെ യൂട്ടിലിറ്റി, ഇവരുടെ ഒറിജിനൽ യൂസ് ഇപ്പോഴും ഡിസ്കവർ ചെയ്യപ്പെടാത്തതാവാം. ഓപ്ഷൻ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ്. അതായത് നമുക്ക് നിലവിലുള്ള പല ഡിഫറെൻറ്റ് ബയോഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള പ്ലാന്റ്സും ആനിമൽസിൻ്റെയും യൂസ് ഫ്യൂച്ചറിൽ വളരെയധികം ഉണ്ടാകും. ചില പ്ലാന്റ്സിൻ്റെ മെഡിസിനൽ വാല്യൂസ് ഇപ്പോഴും കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇതിനാണ് നമ്മൾ ഓപ്ഷണൽ വാല്യൂ. ഓരോ സ്പീഷീസിനുമുള്ള അതിൻ്റെതായ പ്രത്യേകതകളെയാണ് നമ്മൾ ഓപ്ഷണൽ വാല്യൂ, പ്രത്യേകം ഏതെങ്കിലും ഒരു മേഖലയിലേക്ക് അതിനെ കൂടുതൽ ഫ്യൂച്ചറിൽ പുതിയ ഉപയോഗങ്ങൾ കണ്ടെത്താം. അതായത് നമ്മൾ ചില ആയുർവേദ മരുന്നുകളൊക്കെ ചില ചെടികളിൽ നിന്ന് കണ്ടെത്തുന്ന പോലെ നമുക്ക് ഉള്ള ബയോഡൈവേഴ്സിറ്റിയിൽ നിന്നും പല കാര്യങ്ങളും ഇനിയും ഡിസ്കവർ ചെയ്യാനുണ്ട്, പല കാര്യങ്ങളും ഇനിയും കണ്ടുപിടിക്കാനായിട്ടുണ്ട്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ ഓപ്ഷൻ വാല്യൂ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റിയെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. വാല്യൂ ഓഫ് ബയോഡൈവേഴ്സിറ്റി പല ഡിഫറെൻറ്റ് സെൻസുകൾ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. കൺസെപ്റ്റീവ് വാല്യൂ, പ്രൊഡക്റ്റീവ് വാല്യൂ, സോഷ്യൽ വാല്യൂ, എത്തിക്കൽ വാല്യൂ, എസ്തെറ്റിക് വാല്യൂ ആൻഡ് ഓപ്ഷൻ വാല്യൂ. അപ്പോൾ ഇന്ന് പറഞ്ഞ കാര്യങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ബേസിലാണ് അസൈൻമെൻറ്റ് ക്വസ്റ്റ്യൻസ് തന്നിരിക്കുന്നത്. നല്ല രീതിയിൽ വായിച്ച് പ്രിപ്പയർ ചെയ്യുക. താങ്ക് യു ഫോർ ലിസണിങ്. ഹാവ് എ നൈസ് ഡേ.